ഹായ് ഓൾ. വർക്കുള്ള ഒരു ദിവസത്തെ എൻ്റെ ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും പെട്ടെന്ന് റെഡിയാവുന്ന എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ചെയ്യാറ്. ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത്. മിക്കവാറും ദിവസങ്ങളിൽ ദോശ തന്നെയാണ് ഉണ്ടാവൽ. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ ദിവസവും മുട്ട കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. മിക്കവാറും മുട്ട പുഴുങ്ങിയതോ ബുൾസയോ ഓംലേറ്റോ അങ്ങനെ എന്തെങ്കിലും. ഇന്ന് ദോശേൻ്റെ കൂടെയുള്ളത് കടലക്കറിയാണ്. കറി എപ്പോഴും ഞാൻ തലേദിവസം രാത്രി ഉണ്ടാക്കി വയ്ക്കും, കാരണം രാവിലെ ടൈം കിട്ടാറില്ല. പിന്നെ ഒരു അടിപൊളി ചായ. ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് ടൈം ആവുന്നതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് കുറച്ച് നട്ട്സ് കൊണ്ടുപോകാറുണ്ട്. ഇത് കഴിച്ചാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരെ എനിക്ക് അത്ര വിശപ്പ് ഫീൽ ചെയ്യാറില്ല. ഡ്യൂട്ടി ടൈം ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് ഞാൻ വൈകുന്നേരമാണ് കഴിക്കാറ്. അതുകൊണ്ട് തന്നെ തലേദിവസം ഞാൻ കുക്ക് ചെയ്തിട്ട് പോകും, കാരണം വന്നു കഴിഞ്ഞാൽ നല്ല ടൈം കിട്ടാത്തതുകൊണ്ട്. ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ചിക്കൻ മന്തിയാണ്. തക്കാളി കൊണ്ട് ഉണ്ടാക്കിയ ഒരു സോസാണ് ഞാൻ ഈ റൈസിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചത്. ചിക്കൻ മന്തിയുടെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ ഷെയർ ചെയ്യും. അതിനകത്ത് ചട്നിയുടെ കാര്യം ഓൾസോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കണം. എവിടെയോ എപ്പോഴോ പറഞ്ഞു കേട്ടു, മീൽസ് കഴിച്ചതിന് ശേഷം സ്വീറ്റ്സ് കഴിച്ചാൽ അത് ബോഡിക്ക് അത്ര എഫക്റ്റ് ചെയ്യില്ല. ഞാനിപ്പോൾ അതൊരു കാരണമാക്കി എടുത്തേക്കാണ് ഐസ്ക്രീം കഴിക്കാൻ. റസ്ക്കും പാൽച്ചായയും എൻ്റെ ഫേവറേറ്റ് ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഞാനിവിടെ ഇടയ്ക്ക് ലുലുവിലൊക്കെ ഓഫർ വരുന്ന സമയത്ത് 3 പാക്കറ്റ്സ് ഒക്കെ ഒന്നിച്ച് മേടിച്ച് വയ്ക്കാറുണ്ട്. ഗുപ്തൻ്റെ കാര്യം പറഞ്ഞ പോലെ ചായയിൽ മുക്കി മുക്കി റസ്ക് തിന്നാനാണ് എനിക്കിഷ്ടം. ഈവനിങ് സ്നാക്സ് കഴിക്കുമ്പോൾ ഒരു 6 മണിയൊക്കെ ആവുന്നതുകൊണ്ട് ഞാൻ നൈറ്റ് അത്ര അങ്ങനെ ഫുഡ് കഴിക്കാറില്ല. പക്ഷെ ഇന്ന് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഹെൽത്തി ഡിന്നറാക്കി. മുളപ്പിച്ച് പയറും ആപ്പിളും സോസേജും ഒരു മുട്ട പുഴുങ്ങിയതും. ഇതൊക്കെയാണ് ഞാനിന്ന് കഴിച്ചത്. നിങ്ങൾ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് കമൻറ്റിൽ അറിയിക്കുമല്ലോ. താങ്ക് യു.